Hey beautiful souls, you will be here for Agam Talks. This is Anil Levi. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് +1 ടെക്സ്റ്റ് ബുക്കിലെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു അനലൈസിങ് സെഷനാണ്. സോ അധികം സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് പ്രഭാത് കുമാർ മുഖോപാധ്യ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. ബംഗാളി ലിറ്ററേച്ചറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് പ്രഭാത് കുമാർ. ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ 2 പാർട്ടുകളായിട്ടാണ് ഈ ഒരു ചാപ്റ്ററിനെ അപ്ലോഡ് ചെയ്യുന്നത്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന കഥ നമുക്ക് നരേറ്റ് ചെയ്തു തരുന്നത് മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ഇറ്റ് വാസ് നിയർലി 1 o'clock. ഏകദേശം 1 മണി സമയമാകാറായി. ആൻഡ് ഐ വാസ് ഫീലിംഗ് എക്സ്ട്രീംലി ഹംഗ്രി. എനിക്ക് നല്ല രീതിയിൽ വിശക്കാൻ വേണ്ടി തുടങ്ങി. സോ ഐ മെയ്ഡ് മൈ വേ സ്ലോലി ടു ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് മിസ്റ്റർ ഗുപ്ത യാത്ര തുടങ്ങി. വിച്ച് വാസ് നോട്ട് ഫാർ അവേ. അത്ര ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻ സെയിൻറ്റ് മാർട്ടിൻസ് ലെയിൻ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത് സെയിൻറ്റ് മാർട്ടിൻ ലെയിൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തായിരുന്നു. ലഞ്ചവേഴ്സ് ഇൻ ലണ്ടൻ റെസ്റ്റോറൻറ്റ്സ് വേർ നോട്ട് സോ ക്രൗഡഡ് ഇൻ ദോസ് ഡേയ്സ്. ആ സമയത്തൊക്കെ ലണ്ടനിൽ ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് അവിടെയുള്ള റെസ്റ്റോറൻറ്റ്സിലൊന്നും വലിയ രീതിയിലുള്ള തിരക്കുകൾ കാണാറുണ്ടായിരുന്നില്ല. ഐ ഫൗണ്ട് നോട്ട് മോർ ദാൻ 3 or 4 ഹംഗ്രി പീപ്പിൾ സ്കാറ്റേർഡ് അറൗണ്ട് ദ റൂം. അപ്പോൾ നമ്മളുടെ ഗുപ്ത ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ സമയത്ത് അവിടെ 3-4 ആൾക്കാർ, വിശപ്പുള്ള 3-4 ആൾക്കാരെ മാത്രമാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ഐ ചോസ് എ ടേബിൾ. അങ്ങനെ അവിടെ ഒരു ടേബിൾ സെലക്ട് ചെയ്തു. സീറ്റഡ് മൈസെൽഫ് ആൻഡ് ഓപ്പൺ ദ ന്യൂസ് പേപ്പർ. ആ ഒരു ടേബിളിൽ ഇരുന്നു കൊണ്ട് അന്നത്തെ ദിവസത്തെ പത്രം അദ്ദേഹം മറിച്ച് വായിക്കാൻ വേണ്ടി തുടങ്ങി. എ വെയിട്രസ് കെയിം അപ്പ് ആൻഡ് വെയിറ്റഡ് പൊളൈറ്റ്ലി ഫോർ മൈ ഓർഡർ. അങ്ങനെ ഞാൻ ആ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് ആ സെർവ് ചെയ്യാനുള്ള ഒരു വെയിട്രസ് വന്നു. എന്നിട്ട് എൻ്റെ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ പൊളൈറ്റായിട്ട്, ക്ഷമയോടുകൂടി, വളരെ വിനീതമായിട്ട് അവർ കാത്തുനിന്നു. I raised my eyes from the paper, glanced at the menu and told her what I required. ഞാൻ പതിയെ പത്രം വായന നിർത്തി അവിടെ ഉണ്ടായിരുന്ന ആ മെനു കാർഡിലേക്ക് നോക്കി എനിക്ക് വേണ്ട കാര്യം എന്താണെന്നുള്ളത് ഒരു ഓർഡർ ഞാൻ കൊടുത്തു. താങ്ക് യു സർ. അപ്പോൾ ആ വെയിട്രസ് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഷി സെഡ് ആൻഡ് വെൻറ്റ് ബ്രിസ്ക്ലി ആൻഡ് നോയ്സ്ലെസ്ലി എവേ. വളരെ വേഗത്തിൽ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവർ ആ ഒരു സാധനം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോയി. At that moment, my attention was drawn to the table not far from mine. അപ്പോഴാണ് എൻ്റെ അടുത്ത് നിന്ന് അത്ര ദൂരമല്ലാത്തൊരു ടേബിളിലിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങിയത്. എ യങ് ഇംഗ്ലീഷ് ഗേൾ വാസ് സിറ്റിംഗ് there. ഒരു ഇംഗ്ലീഷ് ഗേൾ ആയിരുന്നു അവിടെ ഇരുന്നത്. She had been watching me with interested surprise but turned her eyes away as soon as I looked at her. അവൾ വളരെ താല്പര്യത്തോടു കൂടിയിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അവളെ തിരിച്ചു നോക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവൾ എന്നെ നോക്കുന്ന ആ ഒരു പരിപാടി അവസാനിപ്പിച്ചു. ദ ഗേൾ വാസ് 13 or 14 years old. ആ ഒരു പെൺകുട്ടിക്ക് 13 അല്ലെങ്കിൽ 14 വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത്. ഹെർ ക്ലോത്ത്സ് ബിട്രേഡ് ഹെർ പോവർട്ടി. അവൾ ധരിച്ചിരുന്ന ആ വസ്ത്രങ്ങൾ അവളുടെ ആ ഒരു ദാരിദ്ര്യത്തെ കാണിക്കുന്നുണ്ടായിരുന്നു. ഹർ ഹെയർ ഹങ് ഇൻ ഹെവി സ്ട്രീം ഡൗൺ ഹെർ ബാക്ക്. നല്ല നീളമുള്ള മുടികളായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ഒരു അരുവിയെ പോലെ അതിങ്ങനെ താഴേക്ക് കിടക്കുന്നുണ്ടായിരുന്നു. ഹർ ഐസ് വർ ലാർജ്. അവളുടെ കണ്ണുകൾ വളരെ വലിയ കണ്ണുകളായിരുന്നു. ദേ ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ. ആ കണ്ണുകളിൽ എന്തോ ഒരു സങ്കടമുണ്ടായിരുന്നു. ഐ വാച്ച് ഹെർ വെൻ ഷീ വാസ് നോട്ട് ലുക്കിംഗ് സോ ദാറ്റ് ഷീ വുഡ് നോട്ട് നോട്ടീസ്. അവൾ എന്നെ നോക്കാതിരുന്ന സമയത്ത് ഞാൻ അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ നോട്ടീസ് ചെയ്യുന്ന കാര്യം അവൾക്ക് മനസ്സിലായില്ല. മൈ ലഞ്ച് വാസ് സെർവ്ഡ് ആസ് ഷീ വാസ് ഫിനിഷിംഗ് ഹേഴ്സ്. അപ്പോൾ അവൾ ഭക്ഷണം കഴിച്ചു തീരുന്ന ആ സമയമായപ്പോഴേക്കും എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നു. ദ വെയിട്രസ് ബ്രോട്ട് ഹെർ ദ ബിൽ. അപ്പോൾ അവൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെ വെയിട്രസ് അവളുടെ ആ ഒരു ഭക്ഷണത്തിൻ്റെ ബില്ല് അവൾക്ക് കൊടുത്തു. ബിൽസ് ആർ പെയ്ഡ് അറ്റ് ദ ഡെസ്ക് ആസ് വൺസ് ഗോ ഔട്ട്. അപ്പോൾ ഡോറിനോട് ചേർന്നിട്ട് തന്നെയായിരുന്നു ബില്ല് പേ ചെയ്യേണ്ട സ്ഥലം ഉണ്ടായിരുന്നത്. ദ ഡെസ്ക് ഈസ് നിയർ ടു ദ ഡോർ. അപ്പോൾ ആ ക്യാഷ്യറൊക്കെ ഇരിക്കുന്നത് ആ ഒരു ഡോറിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്തായിരുന്നു. ദ ഗേൾ സ്റ്റുഡ് അപ്പ്. മൈ ഐസ് ഫോളോഡ് ഹെർ. പെട്ടെന്ന് ആ പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റു. അങ്ങനെ അവൾ അങ്ങോട്ട് നടക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് എൻ്റെ കണ്ണുകൾ അവളെ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആസ് ഷീ പെയ്ഡ് ഹെർ ബിൽ. അങ്ങനെ അവളുടെ ബില്ലൊക്കെ പേ ചെയ്തു. ഷീ ആസ്ക്ഡ് ദ ക്യാഷ്യർ ഇൻ ലോ വോയിസ്. ചെറിയ ശബ്ദത്തിൽ ആ ക്യാഷ്യറോട് അവൾ എന്തോ ഒരു കാര്യം ചോദിച്ചു.
പ്ലീസ് മിസ് ക്യാൻ യു ടെൽ മീ ഇഫ് ദാറ്റ് ജെൻറ്റിൽമാൻ ഈസ് ആൻ ഇന്ത്യൻ. അപ്പോൾ അവൾ ആ ഒരു ക്യാഷ്യറിനോട് ചോദിച്ചൊരു കാര്യം, എക്സ്ക്യൂസ് മീ, അവിടെ ഇരിക്കുന്ന ആ വ്യക്തി ഇന്ത്യക്കാരനാണോ എന്നാണ് ചോദിച്ചത്. ഐ തിങ്ക് സോ, ദ ക്യാഷ്യർ ആൻസേർഡ്. അപ്പോൾ ആ പണം വാങ്ങാനിരുന്ന ആ സ്ത്രീ അതിന് മറുപടി കൊടുത്തു, ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു. ഡസ് ഹി കം ഹിയർ ഓൾ ദ ടൈം? എല്ലാ സമയവും അയാൾ ഇവിടെ വരാറുണ്ടോ? പെർഹാപ്സ് നോട്ട്, ഐ ഡു നോട്ട് റീകോൾ ഹാവിങ് സീൻ ഹിം ബിഫോർ. അപ്പോൾ ക്യാഷ്യർ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ അയാളെ ഇതിന് മുൻപ് ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് മിസ്റ്റർ ഗുപ്ത ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. താങ്ക് യു സെഡ് ദ ഗേൾ ആൻഡ് ലുക്ക്ഡ് അറ്റ് മീ വൺസ് മോർ വിത്ത് എ സ്റ്റാർട്ടിൽഡ് എയർ ആൻഡ് വെൻറ്റ് ഔട്ട്. അപ്പോൾ ക്യാഷ്യറോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരിൽ നിന്ന് ഉത്തരവൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി എന്നെ ഒരിക്കൽ കൂടി ഒരു അമ്പരപ്പോടു കൂടി അല്ലെങ്കിൽ ഒരു ആശ്ചര്യത്തോടു കൂടി എന്നെ നോക്കിയ ശേഷം പുറത്തേക്ക് നടന്നു. ഇറ്റ് സർപ്രൈസ് മീ. അതെനിക്ക് തീർച്ചയായിട്ടും ഒരു സർപ്രൈസ് ആയിരുന്നു. വൈ, വാട്ട് വാസ് ദ മാറ്റർ? അപ്പോൾ എൻ്റെ ഉള്ളിൽ കുറേ ചോദ്യങ്ങൾ വന്നു. എന്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തിനായിരിക്കാം അവൾ എന്നെ ഇങ്ങനെ താല്പര്യത്തോട് കൂടിയിട്ട് നോക്കുന്നത്? ഹർ ഇൻട്രസ്റ്റ് ഇൻ മീ എറോസ്ഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹർ. അപ്പോൾ അവൾക്ക് എന്നെക്കുറിച്ച് അറിയാനുള്ള ആ ഒരു താല്പര്യം, അതേ ഒരു താല്പര്യം എനിക്കും ഉണ്ടായി. ആ കുട്ടി ആരാണെന്ന് അറിയാനുള്ളൊരു താല്പര്യം എൻ്റെ ഉള്ളിലും ഉണ്ടായി. വെൻ ഐ ഹാഡ് ഫിനിഷ് മൈ ലഞ്ച്, അങ്ങനെ ഞാൻ എൻ്റെ ലഞ്ചൊക്കെ ഫിനിഷ് ചെയ്ത സമയത്ത് ഐ ആസ്ക് ദ വെയിട്രസ്, എൻ്റെ ആ വെയിട്രസിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചു. ഡു യു നോ ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് ഓവർ ദെയർ? ആ തൊട്ടടുത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു സീറ്റിലിരുന്ന ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയുമോ എന്ന് വെയിട്രസിനോട് ഞാൻ ചോദിച്ചു. നോ സർ, ഐ ഡു നോട്ട് നോ ഹർ. അപ്പോൾ വെയിട്രസ് പറഞ്ഞു, ഇല്ല, എനിക്ക് അറിയില്ല. ടു സ്പീക്ക് ഓഫ്, കൃത്യമായിട്ട് അത് ആരാണെന്ന് പറയാൻ എനിക്കറിയില്ല. ഐ ഹാവ് നോട്ടീസ്ഡ് ഷീ ഹാസ് ലഞ്ച് ഹിയർ ഓൺ സാറ്റർഡേയ്സ്. ഒരു കാര്യം മാത്രമാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്, എല്ലാ ശനിയാഴ്ചകളിലും അവൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട്. ഡസൻ ഷീ കം ഓൺ എനി അതർ ഡേ? മറ്റു ദിവസങ്ങളിലൊന്നും അവൾ ഭക്ഷണം കഴിക്കാൻ ഇവിടെ വരാറില്ലേ എന്ന് നമ്മളുടെ ഗുപ്ത ചോദിച്ചു. ഐ നെവർ സീ ഹർ ഓൺ അതർ ഡേയ്സ്. അപ്പോൾ പറഞ്ഞു, മറ്റു ദിവസങ്ങളിലൊന്നും അവളെ ഇവിടെ കാണാറില്ല. ഹാവ് യു എനി ഐഡിയ ഹൂ ഈസ് ഷീ? അപ്പോൾ അത് ആരാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? പെർഹാപ്സ് ഷീ വർക്ക്സ് ഇൻ നിയർ ബൈ ഷോപ്പ്. അപ്പോൾ വെയിട്രസ് പറഞ്ഞു, ചിലപ്പോൾ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും കടകളിലായിരിക്കാം അവൾ ജോലി ചെയ്യുന്നത്. ഹൗ ഡു യു നോ? അത് നിങ്ങൾക്കെങ്ങനെ അറിയാമെന്ന് വെയിട്രസിനോട് ഗുപ്ത ചോദിച്ചു. സാറ്റർഡേ ഈസ് പേ ഡേ. എല്ലാ ശനിയാഴ്ചകളിലുമാണ് ഇവിടെ സാലറി കൊടുക്കുന്ന ആ ഒരു ദിവസം. ദാറ്റ് ഈസ് വെൻ ഷീ കംസ്. അങ്ങനെ ആ സാലറി കിട്ടുന്ന ദിവസമാണ് അവൾ ഇങ്ങോട്ടേക്ക് വരാറുള്ളത്. ഓൺ അതർ ഡേയ്സ് ഷീ മെ നോട്ട് ഏബിൾ ടു അഫോർഡ് ലഞ്ച്. മറ്റുള്ള ദിവസങ്ങളിൽ അവൾക്ക് ആ ഒരു പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വന്ന് ലഞ്ച് കഴിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നു. പെർഹാപ്സ് ഷീ ഡസ് നോട്ട് ഏൺ വെരി മച്ച്. അപ്പോൾ വലിയ രീതിയിലുള്ള സമ്പാദ്യമൊന്നുമില്ല, വലിയൊരു സാലറിയൊന്നും ആ കുട്ടിക്ക് ഇല്ല എന്ന് തോന്നുന്നു. ഐ വാസ് മൂവ്ഡ് ബൈ വാട്ട് ഷീ സെഡ്. അപ്പോൾ അവർ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഗുപ്തയുടെ മനസ്സിൽ തട്ടി. ദ ക്യൂരിയോസിറ്റി ഐ ഫെൽറ്റ് അബൌട്ട് ദ ഗേൾ പെർസിസ്റ്റഡ്. അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് അറിയാനുള്ളൊരു താല്പര്യം, ഒരു റിപ്പിറ്റേഷൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായി. ഹൂ വാസ് ദ ചൈൽഡ്? ആരാണ് ആ കുട്ടി? ആൻഡ് വൈ ഹാഡ് ഷീ എൻക്വയർഡ് അബൌട്ട് മീ? എന്നെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനുള്ള കാരണം എന്താണ്? വാസ് സം മിസ്റ്ററി ദ കോസ് ഓഫ് ഹർ ഇൻട്രസ്റ്റ്? എന്നെക്കുറിച്ച് അറിയാനുള്ള ആ ഒരു താല്പര്യം എന്തെങ്കിലും നിഗൂഢമായ കാരണങ്ങൾ കൊണ്ടാണോ? ഹർ പോവർട്ടി സ്ട്രിക്കൺ, അവളുടെ ആ ഒരു ദാരിദ്ര്യവും, സാഡ് ആൻഡ് ആങ്ഷ്യസ് ഫിഗർ, അതുപോലെ ആ ഒരു കണ്ണുകളിലുണ്ടായിരുന്ന സങ്കടവും, ആങ്ഷ്യസ്, അതായത് എന്നെ കാണുമ്പോഴുണ്ടായിരുന്ന ആ ഒരു ഉത്കണ്ഠയുള്ള അല്ലെങ്കിൽ ആ താല്പര്യമുള്ള ആ മുഖവും, ടുക്ക് പൊസിഷൻ ഓഫ് മൈ തോട്ട്സ്, അതെൻ്റെ ആ ഒരു ചിന്തകളിൽ അങ്ങനെ നിന്നു. ഓൺ സൺഡേയ്സ് ഓൾ ലണ്ടൻ ഷോപ്സ് ആർ ക്ലോസ്ഡ്. എല്ലാ ഞായറാഴ്ചകളിലും ലണ്ടനിലുള്ള ഒരുവിധം എല്ലാ കടകളും അടഞ്ഞു കിടക്കും. സോ ഐ സെറ്റ് ഔട്ട് ടു ലുക്ക് ഫോർ ഹർ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ മൺഡേ മോർണിംഗ്. അപ്പോൾ അവളെ അന്വേഷിച്ച് ഞാൻ മൺഡേ മോർണിംഗിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം ആ കുട്ടിയെ അന്വേഷിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഐ ലുക്ക്ഡ് ഇൻ ടു ദ ഷോപ്സ് ഓൺ ദ സ്ട്രീറ്റ്സ് നിയർ സെയിൻറ്റ് മാർട്ടിൻസ് ലെയിൻ. അപ്പോൾ സെയിൻറ്റ് മാർട്ടിൻ തെരുവിലുള്ള എല്ലാ ഷോപ്പുകളിലും ആ പെൺകുട്ടിയെ അന്വേഷിച്ച് ഞാൻ കയറി ഇറങ്ങി. ആൻഡ് എസ്പെഷ്യലി ദ ഷോപ്സ് ഓൺ ദ സ്ട്രാൻഡ്. സ്ട്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാസേജസ് ആയിട്ടുള്ള, അതായത് നമ്മളുടെ നടപ്പാതകളിൽ കച്ചവടം നടത്തുന്നതിനാണ് സ്ട്രാൻഡ് എന്ന് പറയുക. അപ്പോൾ ഈ പാസേജസ് ഷോപ്സൊക്കെ ലണ്ടൻ തെരുവുകളിലൊക്കെ വളരെ ഫെയിമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പാസേജസ് ഷോപ്സിലൊക്കെ നമ്മളുടെ ഗുപ്ത പോയിട്ട് അവളെ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി. ബട്ട് ഐ ഫൗണ്ട് നോ ട്രേസ് ഓഫ് ദ ഗേൾ. പക്ഷേ അത്രയും അന്വേഷിച്ചിട്ടും ആ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗുപ്തയ്ക്ക് സാധിച്ചില്ല. ദ വീക്ക് പാസ്റ്റ്. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. സാറ്റർഡേ കെയിം അഗെയിൻ. അങ്ങനെ മറ്റൊരു ശനിയാഴ്ച വന്നു. ഐ പ്രസൻറ്റഡ് മൈസെൽഫ് അറ്റ് ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വൺസ് മോർ. സെയിം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് എന്ത് ചെയ്തു? അദ്ദേഹം ഒരിക്കൽ കൂടി ചെന്നു. ആസ് ഐ എൻറ്റേർഡ് ഐ സോ ഹർ സിറ്റിംഗ് അറ്റ് ദ സെയിം ടേബിൾ ആസ് ബിഫോർ.
അപ്പം ഞാൻ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച ഏത് ടേബിളിലായിരുന്നോ അവൾ ഇരുന്നിരുന്നത് അതേ ടേബിളിൽ തന്നെ അവൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഷീ വാസ് ഈറ്റിംഗ്, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഐ വാക്ക്ഡ് അപ്പ് ആൻഡ് ടുക്ക് ദ ചെയർ ഓപ്പോസിറ്റ് ഹേഴ്സ്. അപ്പോൾ ഗുപ്ത അങ്ങോട്ട് കടന്നു നിന്നിട്ട് അവളുടെ ടേബിളിന് മുൻപിൽ അവൾക്ക് ഓപ്പോസിറ്റായിട്ട് ഒരു കസേര എടുത്ത് അവിടെ ഇരുന്നു. സെയിം ഗുഡ് ആഫ്റ്റർനൂൺ, ഒരു ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഷീ റെസ്പോണ്ടഡ് ഹെസിറ്റൻ്റ്ലി. ഒരു കൺഫ്യൂസ്ഡ് ആയ അവസ്ഥയിൽ അവൾ ഗുഡ് ആഫ്റ്റർനൂൺ തിരിച്ചു പറഞ്ഞു. ബൈ മേക്കിംഗ് വൺ ബ്രീഫ് റിമാർക്ക് ആഫ്റ്റർ അനദർ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയ ശേഷം ഐ വാസ് ഏബിൾ സ്ലോലി ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. പതിയെ ഞാനൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തു. അറ്റ് ലാസ്റ്റ് ഷീ ആസ്ഡ്. അങ്ങനെ അവസാനം അവൾ എന്നോട് ചോദിച്ചു, ആർ യു ആൻ ഇന്ത്യൻ? നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ? യെസ്. എക്സ്ക്യൂസ് മീ, ആർ യു വെജിറ്റേറിയൻ? അപ്പോൾ അവരെന്നോട് മറ്റൊരു കാര്യം കൂടി ആ പെൺകുട്ടി ചോദിച്ചു, നിങ്ങളൊരു വെജിറ്റേറിയൻ ആണോ എന്ന് എന്നോട് ചോദിച്ചു. വൈ ഡു യു ആസ്ക് ദാറ്റ്? അപ്പോൾ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഗുപ്ത ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിച്ചത്? ഐ ഹാവ് ഹേർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്. ഞാൻ കേട്ടിട്ടുള്ളത് ഇന്ത്യക്കാരിൽ കൂടുതൽ ആൾക്കാരും വെജിറ്റേറിയൻസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഹൗ ഈസ് ഇറ്റ് ദാറ്റ് യു നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യ? അപ്പോൾ നിനക്ക് എങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്? മൈ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ. എൻ്റെ മൂത്ത സഹോദരൻ ഇന്ത്യയിലാണ്. ഹീസ് എ സോൾജിയർ. അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ്. ഐ ആം നോട്ട് മച്ച് ഓഫ് വെജിറ്റേറിയൻ. ഐ ആൻസേർഡ് ഹെർ ക്വസ്റ്റ്യൻ. അവൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഞാൻ കൊടുത്തു. ഞാൻ പൂർണ്ണമായിട്ടും ഒരു വെജിറ്റേറിയൻ അല്ല. ബട്ട് ഐ എൻജോയ് ദ വെജിറ്റേറിയൻ മീൽ നൗ ആൻഡ് ദെൻ. ഇടയ്ക്കൊക്കെ ഞാൻ ആ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. ആ ഒരു വെജിറ്റേറിയൻ ഫുഡൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. ദ ഗേൾ സീം ഡിസപ്പോയിൻറ്റഡ്. എൻ്റെ ആ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു നിരാശ തോന്നിയതുപോലെ എനിക്ക് തോന്നി. ഐ ലേൺ ദാറ്റ് ഹർ ഓൺലി ഗാർഡിയൻ വാസ് ദിസ് എൽഡർ ബ്രദർ. ഒരു കാര്യം അവളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അവളുടെ ഗാർഡിയൻ, അവളുടെ രക്ഷകർത്താവ് എന്ന് പറയുന്നത് അവളുടെ മൂത്ത സഹോദരനാണ്. ആൻഡ് ഷീ ലിവ് വിത്ത് ഹർ ഓൾ വിതൗട്ട് മദർ. അവൾ താമസിക്കുന്നത് പ്രായം ചെന്ന വിധവയായിട്ടുള്ള അവളുടെ അമ്മയുടെ കൂടെയാണ്. ഡു യു ഹിയർ ഫ്രം യുവർ ബ്രദർ? അപ്പോൾ ഗുപ്ത ചോദിച്ചു, നിൻ്റെ ഏട്ടനിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിയാറുണ്ടോ? വി ഹാവ് നോട്ട് ഹാഡ് എ ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. ഏട്ടനിൽ നിന്ന് ഒരു കത്ത് കിട്ടിയിട്ട് കുറേ കാലങ്ങളായി. ആൻഡ് മൈ മദർ ഈസ് വെരി വറീഡ്. എൻ്റെ അമ്മയാണെങ്കിൽ വളരെ സങ്കടത്തിലാണ്. പീപ്പിൾ ടെൽ ഹർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. ഇവിടെയുള്ള ജനങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ധാരാളം കടുവകളുണ്ട്, അതുപോലെ പാമ്പുകളുണ്ട്, ആൻഡ് ഫീവേഴ്സ്, പലതരത്തിലുള്ള പനികളുണ്ട് എന്നാണ് അമ്മയോട് പറഞ്ഞിട്ടുള്ളത്. ഷീ ഈസ് അഫ്രൈഡ് സംതിങ് ഹാസ് ഹാപ്പൻ ടു ഹിം. അതുകൊണ്ട് തന്നെ അമ്മ വളരെ സങ്കടത്തിലാണ്. ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു ഭയത്തിലാണ്. ഈസ് ഇറ്റ് ട്രൂ സർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്? അപ്പോൾ ആ പെൺകുട്ടി വളരെ നിഷ്കളങ്കമായിട്ട് ആ ചോദ്യം റിപ്പീറ്റ് ചെയ്തു. ഇത് ശരിയാണോ സർ? ഇന്ത്യയിൽ നിറയെ കടുവകളും പാമ്പുകളും അതുപോലെ പനിയൊക്കെയുള്ള ഒരു സ്ഥലമാണോ എന്ന് ഗുപ്തയോട് ആ പെൺകുട്ടി ചോദിച്ചു. നോ, ഐ സ്മൈൽഡ്. ചിരിച്ചുകൊണ്ട് അല്ല എന്ന മറുപടി ഗുപ്ത കൊടുത്തു. ഹൗ കുഡ് പീപ്പിൾ ലിവ് ദെയർ ഇഫ് ഇറ്റ് വർ? നിങ്ങൾ പറയുന്നത് പോലെയാണ് ഇന്ത്യയെങ്കിൽ അവിടെ എങ്ങനെയാണ് ജനങ്ങളൊക്കെ താമസിക്കുക? ദ ഗേൾ സൈഡ് സോഫ്റ്റ്ലി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമായി. മദർ സേസ് ഷീ വുഡ് ലൈക്ക് ടു ആസ്ക് ആൻ ഇന്ത്യൻ അബൌട്ട് ദീസ് തിങ്സ് ഇഫ് ഷീ ക്യാൻ ഫൈൻഡ് ആൻ ഇന്ത്യൻ. അമ്മ ഇടയ്ക്ക് പറയാറുണ്ട്, ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് അമ്മ പറയാറുണ്ട്. ദ ഗേൾ ലുക്ക്ഡ് അറ്റ് മീ വിത്ത് ഐസ് ഓഫ് ഫുൾ ഓഫ് എൻട്രീറ്റി. എന്നിട്ട് ആ പെൺകുട്ടി എന്നെ നോക്കാൻ വേണ്ടി തുടങ്ങി. അവളുടെ കണ്ണുകളിൽ ഒരു റിക്വസ്റ്റ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഐ അണ്ടർസ്റ്റുഡ് ഹൗ ഷീ ഫെൽറ്റ്. അപ്പോൾ അവളുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഷീ വാണ്ടഡ് മീ ടു സീ ഹർ മദർ ബട്ട് ഷീ ഡിഡ് നോട്ട് ഹാവ് ദ കറേജ് ടു ആസ്ക് മീ. അപ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് ഞാൻ അവളുടെ അമ്മയെ ഒന്ന് കാണണം എന്ന കാര്യമാണ്. പക്ഷേ എന്നോട് അത് ചോദിക്കാനുള്ള ധൈര്യം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ടു അക്കമ്പനി ഹർ ഹോം. അവളുടെ വീട്ടിലേക്ക് അവളുടെ കൂടെ ഒന്ന് ചെല്ലുമോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. എ കീൻ ഡിസയർ ടു മീറ്റ് ദിസ് പുവർ ആങ്ഷ്യസ് മദർ ടുക്ക് ഹോൾഡ് ഓഫ് മീ. അപ്പോൾ എൻ്റെ ഉള്ളിലും പതിയെ ആ പാവപ്പെട്ട അമ്മയെ കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി വന്നു. ഐ ഹാഡ് നോട്ട് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ആൻ ഇംപോവറിഷ് ഇംഗ്ലീഷ് ഹോം. അപ്പോൾ എനിക്കിതിന് മുൻപാണെങ്കിൽ അവിടെയുള്ള പാവപ്പെട്ട ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന പാവപ്പെട്ട ആൾക്കാരുടെ വീടുകൾ സന്ദർശിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഐ വിഷ് ടു സീ ഹൗ ദ പുവർ ലിവ്ഡ് ഇൻ ദിസ് കൺട്രി. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം കൂടി വന്നു. എങ്ങനെയാണ് പാവപ്പെട്ട ആൾക്കാർ ഈ രാജ്യത്ത് ജീവിക്കുന്നത് എന്ന് കാണാനുള്ള ഒരു ആഗ്രഹവും എൻ്റെ ഉള്ളിലുണ്ടായി.
ടു നോ വാട്ട് ദേ തിങ്ക്. അവരെന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായി. വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ മദർ സം ടൈം? അപ്പോൾ ഗുപ്ത ചോദിച്ചു, എന്നെ ഏതെങ്കിലും ഒരു ദിവസം നിൻ്റെ അമ്മയുടെ മുൻപിൽ അമ്മയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരൂ, അല്ലെങ്കിൽ അമ്മയുമായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരുമോ? വുഡ് യു ലൈക്ക് മീ ടു അക്കമ്പനി യു ഹോം? നിൻ്റെ വീട്ടിലേക്ക് എന്നെ കൂടെ ഒരു ദിവസം കൊണ്ടുപോവോ? ഐ ക്യാൻ ഗോ സം ഡേ. ഏതെങ്കിലും ഒരു ദിവസം ഞാനും നിൻ്റെ കൂടെ വരാം. ദ ഗേൾസ് ഐസ് ബ്രിംഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ ഈ പറഞ്ഞ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ എന്നോടുള്ള നന്ദി ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. താങ്ക് യു എവർ സോ മച്ച്. വളരെയധികം നന്ദിയുണ്ട്. ഷീ സെഡ്, ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു. ക്യാൻ യു കം നൗ? ഇപ്പോൾ എൻ്റെ കൂടെ വരാൻ വേണ്ടി സാധിക്കുമോ എന്ന് ആ പെൺകുട്ടി ചോദിച്ചു. വിത്ത് പ്ലഷർ, വളരെ സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ട് ഗുപ്ത അവളുടെ കൂടെ പോകാൻ വേണ്ടി തയ്യാറായി. ഇറ്റ് വിൽ നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനിത്തിങ് എൽസ് യു ഹാവ് ടു ഡു. അപ്പോൾ ആ പെൺകുട്ടി ചോദിച്ചു, നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അപ്പോൾ ഞാനിങ്ങനെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ എന്ന് ആ പെൺകുട്ടി ചോദിച്ചു. നോ നോട്ട് അറ്റ് ഓൾ. അപ്പം നമ്മളുടെ ഗുപ്ത പറഞ്ഞു, ഒരിക്കലുമില്ല. ദിസ് ആഫ്റ്റർനൂൺ ഈസ് എൻറ്റയർലി മൈ ഓൺ. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഈ സമയം ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ദ ഗേൾ വാസ് ഡിലൈറ്റഡ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് നല്ല സന്തോഷമായി. ആൻഡ് വി ഫിനിഷ്ഡ് അവർ ലഞ്ച്. ഞങ്ങളങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. ആൻഡ് ഗോട്ട് അപ്പ് ടുഗദർ. ഞങ്ങൾ ഒന്നിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി. ആസ് വി വാക്ക്ഡ് ഐ ആസ്ക്ഡ് ഹർ, മേ ഐ നോ യുവർ നെയിം? ഞങ്ങൾ നടക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞ സമയത്ത് ഞാൻ ആ കുട്ടിയോട് അവളുടെ പേരെന്താണെന്ന് ചോദിച്ചു. മൈ നെയിം ഈസ് ആലിസ് മാർഗ്രേറ്റ് ക്ലിഫോർഡ്. അപ്പോൾ ആ കുട്ടി ഉത്തരം പറഞ്ഞു, ആലിസ് മാർഗ്രേറ്റ് ക്ലിഫോർഡ് എന്നാണ് ആ കുട്ടിയുടെ പേര്. വുഡ് യു മൈൻഡ് വാക്കിംഗ്? ഷീ ആസ്ക്ഡ്. അപ്പോൾ ആ പെൺകുട്ടി ചോദിച്ചു, നടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? നോട്ട് അറ്റ് ഓൾ, ഐ ആൻസേർഡ്. അപ്പോൾ ഗുപ്ത പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ യു, നിനക്ക് നടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കും ആ പ്രശ്നമൊന്നുമില്ല. നോ, ഐ വോക്ക് ഹോം എവറി ഡേ. ഞാൻ വീട്ടിലേക്ക് എല്ലാ ദിവസവും നടന്നാണ് പോകാറുള്ളത്. ഐ ആസ്ക്ഡ് ദ ഗേൾ, ഡു യു കം ദിസ് വേ ഓഫ്റ്റൻ? ഇതിലൂടെയാണോ എപ്പോഴും വരാറുള്ളത്? യെസ്, ഷീ ആൻസേർഡ്. അതേ എന്ന് അവൾ മറുപടി പറഞ്ഞു. ഐ വർക്ക് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ സിവിൽ സർവീസ് സ്റ്റോർ. ഇവിടെ അടുത്തുള്ള ഒരു സിവിൽ സർവീസ് സ്റ്റോറിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഒരു ടൈപ്പിസ്റ്റ് ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എവറി ആഫ്റ്റർനൂൺ ഐ കം ഹോം ദിസ് വേ. എല്ലാ ഉച്ച സമയത്തും, ആ ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ സമയത്തൊക്കെ ഞാൻ വീട്ടിലേക്ക് പോകുന്നതും വരുന്നതുമൊക്കെ ഈ വഴിയിലൂടെയാണ്. ടുഡേ ഈസ് സാറ്റർഡേ, സോ ഐ ആം ഓഫ് ഏർലി. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. ഷാൽ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലീസ്? അപ്പോൾ ഗുപ്ത ചോദിച്ചു, നിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? മിസ് ക്ലിഫോർഡ് എന്ന് വിളിക്കണോ, ആലിസ് എന്ന് വിളിക്കണോ? ഐ എം നോട്ട് ഗ്രോൺ അപ്പ് യെറ്റ്. അപ്പോൾ നിഷ്കളങ്കമായിട്ട് ആ പെൺകുട്ടി മറുപടി പറഞ്ഞു, ഐ എം നോട്ട് ഗ്രോൺ അപ്പ് യെറ്റ്. ഞാൻ വളർന്ന് വലിയ കുട്ടിയൊന്നും ആയിട്ടില്ല. യു മേ കോൾ മീ വാട്ട് യു ലൈക്ക്. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഐ എം യൂഷ്വലി കോൾഡ് മാഗി. ഷീ ലാഫ്ഡ്. എന്നെ സാധാരണ ആൾക്കാരൊക്കെ വിളിക്കാറുള്ളത് മാഗി എന്നാണ്. അത് പറഞ്ഞുകൊണ്ട് അവൾ ചിരിക്കാൻ തുടങ്ങി. ആർ യു വെരി ആങ്ഷ്യസ് ടു ഗ്രോ അപ്പ്? അപ്പോൾ ഗുപ്ത ചോദിച്ചു, നിനക്ക് വളരണമെന്ന് വലിയ ആഗ്രഹമുണ്ടോ? യെസ്. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഉണ്ട്. ടെൽ മീ വൈ? അപ്പോൾ ഗുപ്ത ചോദിച്ചു, എന്തുകൊണ്ടാണ് നിനക്ക് വളരണമെന്നുള്ള ആ ഒരു ആഗ്രഹം ഉള്ളിലുള്ളത്? വെൻ ഐ ഗ്രോ അപ്പ് ഐ ഷാൽ ബി പെയ്ഡ് മോർ ഫോർ മൈ വർക്ക്. അപ്പോൾ ആ പെൺകുട്ടി അതിന് മറുപടി പറഞ്ഞു, ഞാൻ വളർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിക്ക് കൂടുതൽ സാലറി എനിക്ക് കിട്ടും. മൈ മദർ ഈസ് ഓൾഡ്. പോരാത്തന്നെ എൻ്റെ അമ്മ വളരെ പ്രായം ചെന്ന ആൾ കൂടിയാണ്. ഈസ് ദ വർക്ക് യു ഡു ടു യുവർ ലൈക്കിംഗ്? നീ ഇപ്പോൾ ചെയ്യുന്ന ജോലി നിനക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് തന്നെയാണോ? നോ. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അല്ല. ദ വർക്ക് ഈസ് വെരി മെക്കാനിക്കൽ. വളരെ മെക്കാനിക്കലാണ് ഞാൻ ചെയ്യുന്ന ജോലി. ഐ വോണ്ട് വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ്, ബ്രെയിൻ വർക്ക്. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് എൻ്റെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നൊരു ജോലി. ലൈക്ക് ദ വർക്ക് ഓഫ് സെക്രട്ടറി. ഒരു സെക്രട്ടറി ഒക്കെ ചെയ്യുന്നത് പോലുള്ള ജോലി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വി ക്രോസ് ദ ബ്രിഡ്ജ് ആൻഡ് അറൈവ്ഡ് ഇൻ ലാംബത്ത്. അങ്ങനെ അവരൊരു ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്ത് ലാംബത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഇറ്റ് ഈസ് എ പുവർ നെയ്ബർഹുഡ്. അതൊരു പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇഫ് ഐ എവർ ബിക്കം എ സെക്രട്ടറി, മാഗി സെഡ്, ഐ ഷാൽ ടേക്ക് മദർ എവേ ഫ്രം ഹിയർ. അപ്പോൾ മാഗി പറഞ്ഞു, ഞാനൊരു സെക്രട്ടറിയൊക്കെ ആവുകയാണെങ്കിൽ എൻ്റെ അമ്മയെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കും. ഡിഡ് യുവർ ഫാദർ കോൾ യു മാഗി ഓർ മാക്സി? നിൻ്റെ അച്ഛൻ നിന്നെ എന്തായിരുന്നു വിളിച്ചിരുന്നത്? മാഗി എന്നാണോ മാക്സി എന്നായിരുന്നോ വിളിച്ചിരുന്നത്? വെൻ ഹി വാസ് വെരി അഫെക്ഷനേറ്റ് ഹി കോൾഡ് മാക്സി. എൻ്റെ അച്ഛൻ വളരെ അഫെക്ഷനേറ്റ് ആകുമ്പോൾ, എന്നോട് വളരെയധികം സ്നേഹം തോന്നുന്ന സമയത്ത് മാക്സി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഹൗ ഡിഡ് യു നോ? അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയുന്നത് എന്ന് ഗുപ്തയോട് മാഗി ചോദിച്ചു. യെസ് ഐ ആൻസേർഡ് മിസ്റ്റീരിയസ്ലി.
അതെ അതെ എന്ന് ഞാൻ വളരെ നിഗൂഢമായിട്ട് ഉത്തരം പറഞ്ഞു. വി ആർ ഇന്ത്യൻസ്, യു നോ, ഞങ്ങൾ ഇന്ത്യക്കാരാണ്. ആൻഡ് വി നോ അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് ഓൾ കൈൻഡ് ഓഫ് മാജിക്. ഞങ്ങൾക്ക് ഭാവിയെക്കുറിച്ചും അതുപോലെ തന്നെ മാജിക്കുകളൊക്കെ ഞങ്ങൾക്ക് അറിയാം. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ഹേർഡ്, ഷീ സെഡ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാഗി പറഞ്ഞു, അത് തന്നെയാണ് ഞാനും കേട്ടിട്ടുള്ളത്. ഇൻഡീഡ്, ശരിക്കും? ഐ വാസ് സർപ്രൈസ്ഡ്. വാട്ട് ഹാവ് യു ഹേർഡ്? നീ എന്താണ് ഇന്ത്യക്കാരെ കുറിച്ച് കേട്ടിട്ടുള്ളത്? ഐ ഹാവ് ഹേർഡ് ദാറ്റ് ദർ ആർ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ ഹു ഹാവ് ഒക്കൽറ്റ് പവേഴ്സ്. ഞാൻ കേട്ടിട്ടുള്ളത് ഇന്ത്യയിലുള്ള കുറേ ആൾക്കാർക്ക് മാജിക്കലായിട്ടുള്ള പവേഴ്സ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദേ ആർ കോൾഡ് യോഗീസ്. അവരെ വിളിക്കുന്നത് യോഗീസ് എന്നാണ്. ബട്ട് യു ആർ നോട്ട് എ യോഗി. പക്ഷേ നിങ്ങളൊരു യോഗിയല്ല. ഹൗ ഡു യു നോ ദാറ്റ് ഐ എം നോട്ട് എ യോഗി, മാഗി? അപ്പോൾ ഞാനൊരു യോഗിയല്ല എന്ന് മാഗിക്ക് എങ്ങനെയാണ് അറിയുന്നത് എന്ന് മാഗിയോട് ഗുപ്ത ചോദിച്ചു. യോഗീസ് ഡു നോട്ട് ഈറ്റ് മീറ്റ്. യോഗികളൊന്നും ഇറച്ചി കഴിക്കാറില്ല. ഈസ് ദാറ്റ് വൈ യു ആസ്ക് മീ ഇൻ ദ ബിഗിനിങ് വെദർ ഐ എം വെജിറ്റേറിയൻ ഓർ നോട്ട്? അപ്പോൾ അതുകൊണ്ടാണല്ലേ നീ എന്നോട് തുടക്കത്തിലെ ഞാൻ വെജിറ്റേറിയൻ ആണോ എന്ന ചോദ്യം ചോദിച്ചത്. ഷീ സ്മൈൽ വിത്തൗട്ട് ആൻസറിങ്. അവൾ ചിരിച്ചു, ഉത്തരമൊന്നും പറഞ്ഞില്ല. വി ഹാഡ് റീച്ച് എ നാരോ ഡോർവേ. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ വഴിയിലേക്ക്, ഒരു ഡോർവേയിലേക്ക് എത്തിച്ചേർന്നു. മാഗി ടുക്ക് എ തിൻ ലാച്ച് കീ ഔട്ട് ഓഫ് ഹെർ പോക്കറ്റ് ആൻഡ് ഓപ്പൺ ദ ഡോർ. തൻ്റെ കീശയിൽ നിന്ന് ഒരു കീ എടുത്ത ശേഷം അവൾ ആ വാതിൽ തുറന്നു. ഷീ എൻറ്റേർഡ് ആൻഡ് സെഡ്, പ്ലീസ് കം ഇൻ. എന്നിട്ട് അവൾ ആദ്യം അതിൻ്റെ ഉള്ളിലേക്ക് കയറി, അതിനുശേഷം എന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. വെൻ ഐ വാസ് ഇൻസൈഡ്, ഞാൻ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ ശേഷം മാഗി ക്ലോസ് ദ ഡോർ. മാഗി ആ വാതിലടച്ചു. ഷീ വെൻറ്റ് ടു ദ ഫൂട്ട് ഓഫ് ദ സ്റ്റെയർ ആൻഡ് റേസിംഗ് ഹർ വോയിസ് എ ലിറ്റിൽ കോൾഡ് മദർ വേർ ആർ യു. അതിനുശേഷം അവൾ അവിടെ ഉണ്ടായിരുന്ന കോണിപ്പടിയുടെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് ഉച്ചത്തിൽ അവൾ വിളിച്ചു, മദർ വേർ ആർ യു? അമ്മ എവിടെയാണ് എന്ന് വിളിച്ചു ചോദിച്ചു. ഐ എം ഇൻ ദ കിച്ചൺ ചൈൽഡ്, ദ ആൻസർ കെയിം ഫ്രം ബിലോ. അപ്പോൾ അമ്മയുടെ ശബ്ദം കേട്ടു. അമ്മ കിച്ചണിലാണ് എന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡൗൺ സ്റ്റെയറിലായിട്ടാണ് ആ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിരുന്നത്. കം ഡൗൺ, താഴേക്ക് വരാൻ വേണ്ടി അമ്മ ആവശ്യപ്പെട്ടു. ഇറ്റ് ഈസ് നെസസറി ടു എക്സ്പ്ലെയിൻ ഹിയർ ദാറ്റ് ലണ്ടൻ സ്ട്രീറ്റ്സ് ആർ എബോവ് ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം, ലണ്ടൻ സ്ട്രീറ്റുകളൊക്കെ ഗ്രൗണ്ടിന് മുകളിലേക്കാണ്. കിച്ചൺസ് ആർ ഓഫ്റ്റൻ ബിലോ ദ സ്ട്രീറ്റ് ലെവൽ. അതുകൊണ്ട് തന്നെ വീടുകൾ നിർമ്മിക്കുന്ന സമയത്ത് താഴത്തെ നിലയിലായിരിക്കും പലപ്പോഴും കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. മാഗി ലുക്ക്ഡ് അറ്റ് മീ ക്വസ്റ്റ്യനിങ്ലി. എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട്, ഡു യു മൈൻഡ്, താഴേക്ക് വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവൾ എന്നോട് ചോദിച്ചു. നോട്ട് ഇൻ ദ ലീസ്റ്റ്, കം ഓൺ, ഐ സെഡ്. ഒരു പ്രശ്നവുമില്ല, വരൂ എന്ന് പറഞ്ഞിട്ട് ഗുപ്ത തന്നെ ആദ്യം ആ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. ടുഗദർ വി ഡിസെൻഡ് ദ സ്റ്റെയേഴ്സ് ടു ദ കിച്ചൺ. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ കിച്ചണിലേക്ക് ചെന്നു. മദർ സെറ്റ് മാഗി ഫ്രം ദ ഡോർവേ, ആൻ ഇന്ത്യൻ ജെൻറ്റിൽമാൻ ഹാസ് ടു കം ടു സീ യു. അപ്പോൾ ആ ഒരു എന്താ പറയുക, അടുക്കളയിലേക്കുള്ള വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് നമ്മളുടെ മാഗി പറഞ്ഞു, അമ്മേ, ഒരു ഇന്ത്യക്കാരൻ അമ്മയെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. വെർ ഈസ് ഹി? ദ ഓൾ വുമൻ ആസ്ക്ഡ് ഈഗർലി. വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് മാഗിയുടെ അമ്മ എവിടെ അയാളെന്ന് ചോദിച്ചുകൊണ്ട് വന്നു. വിത്ത് എ സ്മൈൽ ഐ സ്റ്റെപ്ഡ് ഇൻ ടു ദ കിച്ചൺ ബിഹൈൻഡ് മാഗി. അങ്ങനെ ഞാൻ ചിരിച്ചുകൊണ്ട് മാഗിക്ക് ശേഷം ആ ഒരു കിച്ചണിലേക്ക് ഞാൻ കടന്നു ചെന്നു. ഷീ ഇൻട്രൊഡ്യൂസ്ഡ് അസ്. ഞങ്ങളെ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാഗി തന്നെ പരിചയപ്പെടുത്തി തന്നു. ദിസ് ഈസ് മിസ്റ്റർ ഗുപ്ത, മദർ. ഇത് മിസ്റ്റർ ഗുപ്തയാണ്. ഷീ സെഡ്, മിസ്റ്റർ ഗുപ്ത, മൈ മദർ. എന്നിട്ട് അമ്മയെയും എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഹൗ ഡു യു ഡു? ഐ സെഡ് ആൻഡ് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ്. അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ ചോദിക്കുന്ന പോലെ, ഒരു ഹായ് ഒക്കെ പറയുന്നത് പോലെ ഹൗ ഡു യു ഡു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഗുപ്ത കൈ നീട്ടി, ഒരു ഷെയ്ക്ക് ഹാൻഡിന് വേണ്ടിയിട്ട് കൈ നീട്ടി. എക്സ്ക്യൂസ് മീ, മൈ ഹാൻഡ്സ്, ഷീ സെഡ്, ഹോൾഡിംഗ് ദം ഔട്ട് ഫോർ മീ ടു സീ ദ വർ കവേർഡ് വിത്ത് ഫ്ലവർ. അപ്പം എൻ്റെ കൈകൾ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആ കൈകൾ എനിക്ക് കാണുന്ന രീതിയിൽ നീട്ടി. ദ വർ കവേർഡ് വിത്ത് ഫ്ലവർ. അമ്മയുടെ കൈകളിൽ എന്തോ ഒരു പൊടി ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ടുഡേ ഈസ് സാറ്റർഡേ. ഇന്ന് ശനിയാഴ്ചയാണ്. ഷീ എക്സ്പ്ലെയിൻഡ്, ഐ എം മേക്കിംഗ് കേക്ക്സ്. ഞാൻ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ വിൽ കം ടു ബൈ ദം ദിസ് ഈവനിങ്. ഇന്ന് വൈകിട്ട് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വരും. ആൻഡ് ദേ വിൽ ബി സോൾഡ് ഓൺ ദ സ്ട്രീറ്റ് ടു നൈറ്റ്. ഇന്ന് തെരുവുകളിൽ കേക്ക് വിൽക്കുന്ന ദിവസമാണ്. ദിസ് ഈസ് ദ വേ വി മേക്ക് അവർ ലിവിങ് ലോട്ട്സ് ഓഫ് ട്രബിൾ. ഇങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കാനുള്ള പണം കണ്ടെത്തുന്നത്. ധാരാളം പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ പണം കണ്ടെത്തുന്നത്. അപ്പോൾ മിസ്റ്റർ ഗുപ്ത ഷെയ്ക്ക് ഹാൻഡിന് കൈ നീട്ടിയ സമയത്ത് അവരുടെ കയ്യിൽ ഇങ്ങനെ അഴുക്കുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണിക്കാനായിരുന്നു അവർ ആ കൈ കാണിച്ചു കൊടുത്തത്. എന്നിട്ട് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന കാര്യം കൂടിയിട്ട് ഗുപ്തയ്ക്ക് പറഞ്ഞു കൊടുത്തു. സാറ്റർഡേ നൈറ്റ് ഈസ് ദ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ പുവർ നെയ്ബർഹുഡ്സ്. പാവപ്പെട്ട ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ശനിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവം പോലുള്ള ഒരു ദിവസമാണ്.
ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആർ സോൾഡ് ഫ്രം കൗണ്ട്ലെസ് ലൈറ്റഡ് പുഷ് കാർട്ട്സ്. അന്നത്തെ ദിവസം ആ ശനിയാഴ്ചയിൽ എല്ലാവിധ സാധനങ്ങളും അവിടെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരും. എന്തിലാണ് കൊണ്ടുവരുന്നത്? ലൈറ്റഡ് പുഷ് കാർട്ട്സ്, ഉന്തുവണ്ടികളിൽ, അതായത് ധാരാളം ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ആ ഒരു ഉന്തുവണ്ടികളിലാണ് ഇതൊക്കെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാറുള്ളത്. ദ സ്ട്രീറ്റ്സ് ആർ മോർ ക്രൗഡഡ് ദാൻ ഓൺ എനി അതർ ഡേ. മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഉപരിയായിട്ട് വളരെയധികം ക്രൗഡഡ് ആയിരിക്കും ആ ഒരു ദിവസം ആ തെരുവുകളൊക്കെ. ആൻഡ് സാറ്റർഡേ ഈസ് ദ ഡേ ദ പുവറർ ആർ ഏബിൾ ടു സ്പെൻഡ് എ ലിറ്റിൽ. ശനിയാഴ്ചകളിലാണ് പാവപ്പെട്ട ആൾക്കാർക്ക് കുറച്ചെങ്കിലും പൈസ ചിലവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ദിവസം. ഫോർ ദേ റിസീവ് ദെയർ വീക്ക്ലി വേജസ്. കാരണം അന്നാണ് അവർക്ക് സാലറി കിട്ടുന്ന ആ ഒരു ദിവസം. ഇൻഗ്രീഡിയൻസ് ഫോർ കേക്ക് മേക്കിംഗ്: ഫ്ലവർ, ഷുഗർ, ഫാറ്റ്, റേസിൻസ്, എഗ്സ്. അപ്പോൾ ആ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് മാവും അതുപോലെ തന്നെ പഞ്ചസാരയും ഫാറ്റ് ആൻഡ് റേസിൻസ്, അതുപോലെ മുന്തിരിയും എഗ്സും ഒക്കെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് സോ ഫോർത്ത് വേർ സെറ്റ് ഔട്ട് ഇൻ റെഡിനെസ് അപ്പോൺ ദ ഡ്രസ്സർ. അപ്പോൾ ആ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ആ ഒരു ടേബിളിൻ്റെ മുകളിലായിട്ട് എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സെവറൽ ഫ്രഷ്ലി ബേക്ക്ഡ് കേക്ക്സ് ഇൻ ദ ടിൻസ് വെർ ഓൾസോ ദെയർ. അതുപോലെ തന്നെ ഇപ്പോൾ ചുട്ടെടുത്തിട്ടുള്ള പുതിയ കേക്കുകളൊക്കെ ടിന്നിലാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. സിറ്റിംഗ് ഇൻ സച്ച് എ പുവർ കിച്ചൺ വിൽ നോട്ട് ബി വെരി പ്ലെസൻറ്റ് ഫോർ യു, വിൽ ഇറ്റ്? മിസ്സിസ് ക്ലിഫോർഡ് സെഡ്. അപ്പോൾ മിസ്സിസ് ക്ലിഫോർഡ് ഗുപ്തയോട് ചോദിച്ചു, ഇതേപോലെ പാവപ്പെട്ട ആൾക്കാരുടെ ഇങ്ങനെയുള്ളൊരു കിച്ചണിൽ ഇരിക്കുന്നത് അതത്ര വലിയ സന്തോഷം തരുന്നൊരു കാര്യമല്ല അല്ലേ എന്ന് ഈ ഒരു ഗുപ്തയോട് ക്ലിഫോർഡ് ചോദിച്ചു. I have almost finished my work, Maggie. Take him into the sitting room. I will come in a minute. എന്നിട്ട് മാഗിയോട് മിസ്സിസ് ക്ലിഫോർഡ് പറഞ്ഞു, ഞാൻ ഏകദേശം എൻ്റെ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യ്, ഈ നമ്മളുടെ ഗുപ്തയെ ആ സിറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുപോകും. ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് അങ്ങോട്ടേക്ക് വരാം. നോ, ഐ പ്രൊട്ടസ്റ്റഡ്. അപ്പോൾ നമ്മളുടെ ഗുപ്ത അതിനെ എതിർത്തു. ഐ ക്യാൻ സിറ്റ് ഹിയർ വെൽ ഇനഫ്. എനിക്കിവിടെ നല്ല രീതിയിൽ തന്നെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ദ കേക്ക്സ് യു മേക്ക് ആർ നൈസ് വൺസ്, ഐ മസ്റ്റ് സേ. നിങ്ങൾ ഉണ്ടാക്കുന്ന കേക്കുകൾ അത് വളരെ മനോഹരമായിട്ടുണ്ട്. മിസ്സിസ് ക്ലിഫോർഡ് താങ്ക് മീ വിത്ത് എ സ്മൈൽ. അപ്പോൾ ഒരു താങ്ക്സ്, ഒരു ചിരിയിലൂടെ ആ ഒരു നന്ദിയൊക്കെ അവർ കാണിച്ചു. വാട്ട് കൈൻഡ് ഓഫ് എ കൺട്രി ഈസ് ഇന്ത്യ സർ ആസ്ക്ഡ് മിസ്സിസ് ക്ലിഫോർഡ് ആൻഡ് ഷീ റെസ്യൂംഡ് ഹെർ കുക്കിംഗ്. അപ്പോൾ തൻ്റെ ജോലി ചെയ്യുന്നതിനിടയിൽ തന്നെ നമ്മളുടെ ഗുപ്തയോട് മിസ്സിസ് ക്ലിഫോർഡ് ആ ചോദ്യം ചോദിച്ചു, വാട്ട് കൈൻഡ് ഓഫ് എ കൺട്രി ഈസ് ഇന്ത്യ സർ? എങ്ങനെയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്? എ ബ്യൂട്ടിഫുൾ കൺട്രി. അപ്പോൾ ഗുപ്ത പറഞ്ഞു, വളരെ മനോഹരമായ രാജ്യമാണ്. സേഫ് ടു ലിവ് ഇൻ? ജീവിക്കാൻ അവിടെ സേഫ് ആണോ? സെർട്ടൻലി, ബട്ട് നോട്ട് കോൾ ലൈക്ക് ദിസ് കൺട്രി. തീർച്ചയായിട്ടും അവിടെ ജീവിക്കാൻ വളരെ സേഫാണ്. അതുപോലെ നിങ്ങളുടെ രാജ്യത്തുള്ളതുപോലെ അത്ര വലിയ തണുപ്പൊന്നും അവിടെ ഇല്ല. ഇറ്റ് ഈസ് സം വാട്ട് ഹോട്ട്. ഏകദേശം ഒരു ചൂടൊക്കെയുള്ള ഒരു കാലാവസ്ഥയാണ് അവിടെയുള്ളത്. ആർ ഇൻ ദർ ടു മെനി സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ്? ഡോണ്ട് ദേ കിൽ പീപ്പിൾ? മിസ്സിസ് ക്ലിഫോർഡ് പിന്നെയും ചോദിച്ചു, അവിടെ ധാരാളം പാമ്പുകളും കടുവകളും ഒക്കെ ഉണ്ടോ? അത് ആൾക്കാരെയൊക്കെ കൊല്ലില്ലേ? ഡോണ്ട് ബിലീവ് ദാറ്റ്, ഐ ലാഫ്ഡ്. അപ്പോൾ മിസ്റ്റർ ഗുപ്ത പറഞ്ഞു, ഇതൊന്നും വിശ്വസിക്കരുത്. സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ് കീപ് ടു ദ ജംഗിൾസ്. സ്നേക്സും ടൈഗേഴ്സും ഒക്കെ ഉണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷെ അതൊക്കെ കാടിനുള്ളിലാണ്. ദേ ഗെറ്റ് കിൽഡ് ദെംസെൽസ് ഇഫ് ദേ കം ടു ക്ലോസ് ദ പ്ലേസ് വേർ പീപ്പിൾ ലിവ്. അത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് കൊല്ലപ്പെടുന്നത്, അല്ലാതെ മനുഷ്യന്മാരാരും അവിടെ മരിക്കുന്നില്ല. ആൻഡ് ഫീവേഴ്സ്? അപ്പോൾ പനിയെക്കുറിച്ചോ? ഇൻ സം പ്ലേസസ് ഇൻ ഇന്ത്യ ദർ ഈസ് മോർ ഫീവർ ദാൻ ഇൻ അതേഴ്സ്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും, ചില സ്ഥലങ്ങളിലൊക്കെ പനിയുടെ ആ ഒരു പനി എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഇറ്റ് ഈസ് നെയ്തർ ദ സെയിം എവ്രിവർ നോർ ദ സെയിം ഓൾ ദ ഇയർ അറൗണ്ട്. എല്ലായിടത്തും ഇതേപോലെ പനിയൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ പനി എന്ന് പറയുന്നത് സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എല്ലായിടത്തും എല്ലാ വർഷവും പനി വരുന്ന ഒരു പ്രശ്നവും അവിടെയില്ല. മൈ സൺ ഈസ് ഇൻ പഞ്ചാബ്, ഹീസ് എ സോൾജിയർ. വാട്ട് കൈൻഡ് ഓഫ് എ പ്ലേസ് ഈസ് പഞ്ചാബ്? അപ്പോൾ മിസ്സിസ് ക്ലിഫോർഡ് പറഞ്ഞു, എൻ്റെ മകൻ പഞ്ചാബ് എന്ന് പറയുന്ന സ്ഥലത്താണ്, അവനൊരു സോൾജിയറാണ്. ഈ പഞ്ചാബ് എന്ന് പറയുന്ന സ്ഥലം എങ്ങനെയാണ്? ദ പഞ്ചാബ് ഈസ് എ ഫൈൻ പ്ലേസ്. പഞ്ചാബ് എന്ന് പറയുന്നത് വളരെ നല്ല സ്ഥലമാണ്. ദർ ഈസ് ലിറ്റിൽ ഫീവർ ദെയർ. അവിടെ പനിയൊന്നുമില്ല. ഇറ്റ് ഈസ് വെരി ഹെൽത്തി. നല്ല ആരോഗ്യമുള്ളൊരു സ്ഥലമാണ്. ഐ എം ഗ്ലാഡ് ടു ഹിയർ ഇറ്റ്, മിസ്സിസ് ക്ലിഫോർഡ് സെഡ്. ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് എന്ന് മിസ്സിസ് ക്ലിഫോർഡ് പറഞ്ഞു. ബേക്കിംഗ് വാസ് ഫിനിഷ്ഡ്. മാഗി, ഷീ സെഡ്, ടേക്ക് മിസ്റ്റർ ഗുപ്ത അപ്സ്റ്റെയർസ്. അപ്പോൾ അങ്ങനെ മിസ്സിസ് ക്ലിഫോർഡിൻ്റെ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ മാഗിയോട് പറഞ്ഞു, മാഗി ഗുപ്തയെ മുകളിൽ നിലയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഐ വിൽ വാഷ് മൈ ഹാൻഡ്സ് ആൻഡ് ബ്രിങ് ടീ. ഞാൻ എൻ്റെ കൈയൊക്കെ കഴുകി ചായയുമായിട്ട് അങ്ങോട്ട് വരാം. മാഗി ഷോ ദ വേ ടു ദെയർ സിറ്റിംഗ് റൂം ആൻഡ് ഐ ഫോളോഡ്. അപ്പോൾ മാഗി ആ സിറ്റിംഗ് റൂമിലേക്കുള്ള വഴി കാണിച്ചു തന്നു. ഞാൻ അവളെ ഫോളോ ചെയ്ത് പുറകെ പോയി. ദ ഫർണിച്ചർ വാസ് ചീപ്പ് ആൻഡ് ദർ വാസ് നോട്ട് മച്ച് ഓഫ് ഇറ്റ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫേർണിച്ചേഴ്സൊക്കെ അത്ര ഗുണനിലവാരമുള്ളതൊന്നും ആയിരുന്നില്ല, ചീപ്പായിരുന്നു. ആൻഡ് ദർ വാസ് നോട്ട് മച്ച് ഓഫ് ഇറ്റ്. ആവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ, അനാവശ്യമായിട്ടുള്ള ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല.
ദ കാർപ്പറ്റ് വാസ് ഓൾഡ്. അവിടെ നിലത്തിട്ടിരിക്കുന്ന കാർപ്പറ്റ് വളരെ പഴയതായിരുന്നു. ടോൺ ഇൻ പ്ലേസസ്, ചില സ്ഥലങ്ങളിലൊക്കെ അത് കീറിപ്പോയിട്ടുമുണ്ട്. ബട്ട് എവറിത്തിങ് വാസ് എക്സ്ട്രീംലി ക്ലീൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിരുന്നു ആ വീടെന്ന് പറയുന്നത്. മാഗി ഡ്രൂ ദ കേർട്ടൻസ് ബാക്ക് ആൻഡ് ഓപ്പൺ ദ വിൻഡോസ്. മാഗി ആ ഒരു കേർട്ടനൊക്കെ മാറ്റി ആ ജനാലകളൊക്കെ തുറന്നിട്ടു. ദർ വാസ് എ ഗ്ലാസ് ബുക്ക് കേസ്. അവിടെ പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ഒരു ബുക്ക് കേസ് ഉണ്ടായിരുന്നു. ഐ സ്റ്റൂഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതിന് മുൻപിലായിട്ട് ഞാൻ നിന്നു. മിസ്സിസ് ക്ലിഫോർഡ് കെയിം ഇൻ ക്യാരിയിങ് ദ ടീ ട്രേ എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ക്ലിഫോർഡ് കുറച്ച് ചായയുടെ പാത്രവുമായിട്ട് ഒരു ട്രേയുമായിട്ട് അങ്ങോട്ടേക്ക് കടന്നു വന്നു. സോ ഡിയേഴ്സ്, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ആദ്യ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സെക്കൻഡ് പാർട്ട് കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ആദ്യമായിട്ടാണ് ചാനലെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.